ഹലോ, മാർക്കിങ്ങും കട്ടിങ്ങും ഒട്ടും അറിയാത്ത ആൾക്കാർക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. ഒരു 8 വയസ്സുള്ള കുട്ടിക്ക് ചെറിയൊരു ടോപ്പ് എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. ഇതുപോലെ മടക്കി വെച്ച ശേഷം വീണ്ടും ഇതുപോലെ മടക്കി വെക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ മടക്കി വെക്കണേ. ഈ ഫോൾഡ് വരുന്ന പോർഷനിലാണ് നമ്മൾ മാർക്ക് ചെയ്യുക. നിങ്ങൾ ഞാൻ ചെയ്യുന്ന വീഡിയോ അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി കേട്ടോ. കാരണം കട്ടിങ്ങോ അതേപോലെ മാർക്കിങ്ങോ ഒട്ടും അറിയാത്ത ആൾക്കാർക്കുള്ളതാണ്. എങ്ങനെയാണ് ഇത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ കാണിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇതുപോലെ ഫോൾഡ് വരുന്ന പോർഷനിൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ലെങ്ത്ത്, നീളമാണ് മാർക്ക് ചെയ്യുന്നത്. 15 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. എക്സ്ട്രാ 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്തിട്ട് 16 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഷോൾഡറാണ്. ഷോൾഡർ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങളും അതുപോലെ തന്നെ മാർക്ക് ചെയ്തോളൂ കേട്ടോ. പിന്നെ 2 ഇഞ്ചിൽ നമ്മൾ നെക്ക് വിഡ്ത്ത്, കഴുത്തിൻ്റെ അകലം, അതാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ആം ഹോൾ, കൈക്കുഴി പറയും. അത് നമ്മൾ 4.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷോൾഡറിൻ്റെ അവിടുന്ന് ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയിൻ്റിൽ നിന്ന് വരയ്ക്കുമ്പോൾ അത് ചെരിവ് വരാണ്ടിരിക്കാനാണ് ആ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളതിൽ 6 ഇഞ്ച് ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ ഒരു 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം അതിലോട്ട് കറക്റ്റായിട്ട് ലൈന് നമ്മൾ വരച്ച് കൊടുക്കുക. ഇതുപോലെ വരച്ച് കൊടുക്കുക. എന്നിട്ട് 6 ഇഞ്ചിൽ നിന്ന് എക്സ്ട്രാ 1 ഇഞ്ച് ഒന്ന് മാറ്റിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഷേപ്പിലേക്കുള്ള ലെങ്ത്താണ്. എന്ന് വെച്ചാൽ വയറിൻ്റെ ഭാഗത്തേക്കുള്ള ലെങ്ത്ത് 10 ഇഞ്ച് ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. 8 വയസ്സുള്ള കുട്ടികളല്ലേ, അപ്പോൾ അത്രേ വേണ്ടി വരുള്ളൂ. 10 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്നുള്ള വിഡ്ത്ത്, വീതി നമ്മൾ ഒരു 5.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ 1 ഇഞ്ച് ആഡ് ചെയ്യുക. വീണ്ടും ഒരു എക്സ്ട്രാ 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് 2 ഇഞ്ച് അവിടെ വരണം കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റിലും ഇതുപോലെ തന്നെ നിങ്ങൾ ഇതേ മെഷർമെൻറ്റ് ഫോളോ ചെയ്യണം കേട്ടോ. 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. എക്സ്ട്രാ 1 ഇഞ്ച്, വീണ്ടും എക്സ്ട്രാ 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ലൈന് വരച്ച് കൊടുക്കുക. കാരണം മാർക്ക് ചെയ്യാനും അതെങ്ങനെ കട്ട് ചെയ്യാമെന്ന് അറിയാത്ത ആൾക്കാർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ കറക്റ്റ് ഇതിലൂടെ തന്നെ മാർക്ക് ചെയ്താലേ നിങ്ങൾക്ക് ഇതുപോലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി നമ്മൾ ലാസ്റ്റ് പോയിൻറ്റിലൂടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഷോൾഡർ നമ്മൾ ആം ഹോളിൻ്റെ ആ ലൈനിക്ക് കറക്റ്റായിട്ട് അതേപോലെ ലൈൻ ചെയ്ത് കൊടുക്കുക. നെക്ക് വിഡ്ത്ത്, കഴുത്തിൻ്റെ അകലത്തുനിന്നും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കൈക്കുഴി ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ട് ഷേപ്പ് അവിടെ ഇട്ട് കൊടുക്കുക. കാണാട്ടോ, ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് അവിടെ കൊടുക്കുക, വളച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ മാർക്ക് ചെയ്യുന്ന ഈ ഒരു പോർഷൻ എന്താണെന്നുള്ളത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അത് അപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ടത് എന്താണെന്നുള്ളത് നിങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കുക. 2.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ബാക്ക് നെക്കാണ്. 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് നെക്കാണ്, കഴുത്തുകളാണ് കേട്ടോ. 2.5 ഇഞ്ച് ഫ്രണ്ട് ബാക്കിലത്തെ കഴുത്തും 4 ഇഞ്ച് ഫ്രണ്ടിലത്തെ കഴുത്തുമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്യുന്ന രീതി നോക്കാം. ഇതുപോലെ ഫോൾഡിൻ്റെ ഉള്ളിലൂടെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കാണാണ്ടോ, ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടെ കട്ട് ചെയ്ത ശേഷം ഇനി ആം ഹോൾ, കൈക്കുഴിൻ്റെ അതേനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങളും കട്ട് ചെയ്തെടുക്കുക. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കിങ് അതുപോലെ എങ്ങനെയാണ് അത് കട്ട് ചെയ്തെടുക്കുക എന്ന് അറിയാത്ത ആൾക്കാർക്കാണ് കേട്ടോ ഇത്. സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ്, ഒട്ടും അറിയാത്ത ആൾക്കാർക്കാണ് ഞാൻ വീണ്ടും പറയാൻ കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കാണാനുണ്ടോ? ഇനി നമ്മളിതിൽ ചെറിയ കഴുത്ത്, ബാക്ക് കഴുത്ത് 2.5 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുക. 2 തുണി ഒരുമിച്ച് വെച്ചിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. കറക്റ്റായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്യണേ. ഇനി നമ്മൾ ബാക്കിലെ പോർഷൻ ഒന്ന് മാറ്റി വെക്കുക. ഇതുപോലെ ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് അതിലെ ഫ്രണ്ടിലെ കഴുത്ത് കാണാണ്ടോ, മാറ്റി വെച്ച ശേഷം ഫ്രണ്ടിലെ കഴുത്ത് ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനുമായി ബാക്ക് പോർഷനുമായി. ഇനി നമുക്കത് നിവർത്തിയിട്ട് നോക്കാം. കാണാനുണ്ടോ? ഇപ്പോൾ ഇത്
ഫ്രണ്ട് പോർഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കറക്റ്റായിട്ട് ഫ്രണ്ട് പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇത് ബാക്ക് പോർഷനാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതുപോലെ വെച്ചിട്ട് നോക്കി നോക്കാം. ചെറിയൊരു ടോപ്പ് ഫ്രണ്ടും ബാക്ക് സൈഡും നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാണാനുണ്ടോ? ഇതുപോലെ തന്നെ നിങ്ങളും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ക്രോസ് പീസ് എങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അതിൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് ഒരിക്കലും ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കരുത്. ഇതേപോലെ ഇലാസ്റ്റിക് ടൈപ്പ് വലിവ് വരുന്ന പോർഷനിൽ നിന്ന് വേണം ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാൻ. ചെരിച്ച് ഇതേപോലെ ക്രോസ് ഭാഗത്തേക്ക് ലൈൻ ഇട്ട് കൊടുക്കുക. ഞാൻ 1.5 ഇഞ്ചിലാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ 3 പീസ് മാർക്ക് ചെയ്തെടുക്കുക. നിങ്ങൾ എക്സ്ട്രാ 2 പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ 3 പീസ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. കറക്റ്റ് അതിലൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഇതുപോലെ തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. 3 പീസ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. കാണാനുണ്ടോ? ഇതിലൂടെ എക്സ്ട്രാ 2 പീസും കൂടെ നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഇത് വെറും മാർക്കിങ്ങും കട്ടിങ്ങും മാത്രമാണ് കേട്ടോ. സ്റ്റിച്ചിങ് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. കറക്റ്റ് ഇതുപോലെ തന്നെ നിങ്ങളും ഫോളോ ചെയ്യൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.